ചില ഉദ്ഘാടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഈ തമാശ പറയുന്ന ആൾക്കാരെ കൊണ്ടുവരും. ഓല ജോലിയാണത്. ഭയങ്കര ബടായി പൊട്ടി ഒച്ചപ്പാടും ബഹളം നായാട്ടുണ്ടാക്കി ഓല് പോവും. പിന്നെ ഇവര് കുറച്ച് ദിവസം നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും. പിന്നുള്ള തങ്ങമാരത്തും മൊരിയമാരത്തൊക്കെ വരും. കടയിൽ വർക്കത്തില്ല എന്ന് പറയുന്നത്. കാരണം എന്ത് സംഗതിന്റെയും ഓപ്പണിങ്ങിന്റെ അന്ന് റഹ്മത്തിന്റെ മലായിക്കത്തുൽ കിറാം ഒരുമിച്ച് കൂടണം. അപ്പോൾ അതിൽ ബർക്കത്തുണ്ടാകും. ഒരു സംഗതി നമ്മൾ പള്ളി ഉദ്ഘാടനത്തിന് വലിയ മഹാന്മാരെ കൊണ്ടുവരും. എന്തിന്? ആ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. ആലിമീങ്ങളും പണ്ഡിതന്മാര് സീതന്മാരൊക്കെ വരുമ്പോൾ അതാണ് അതിന്റെ ലക്ഷ്യം. ഏത് കട ഉദ്ഘാടനമാണെങ്കിൽ എന്തിനാ നമ്മൾ കട ഉണ്ടാണ്, കച്ചവടം ഉണ്ടാണ്. എന്തിനാ കച്ചവടം ഉണ്ടാണ്? പൈസ കിട്ടാൻ. പൈസ എന്തിനാ കിട്ടുന്നത്? ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകാൻ, കുടുംബം പോറ്റാൻ, മറ്റു വേറുണ്ടെങ്കിൽ സ്വതക്ക ചെയ്യാൻ. അപ്പൊ നല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി എന്ന് വെക്കാം. നമുക്ക് ദുനിയാവിലും ആഖിറത്തിന് ഉപകാരപ്രദമായ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാനാണ് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മള്. അപ്പൊ ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ സിനിമാ നടിമാരെയും അതുപോലെ തന്നെ ഇസ്ലാമികപരമായി മുസ്ലിമീങ്ങളെ കടകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാത്ത സംഗതികളൊന്നും അല്ല പറയാം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മതത്തിന്റെ ആചാരപ്രകാരം പലതും ചെയ്യാം. അതുപോലെ ഇഷ്ടമാണ്. ഇസ്ലാമികപരമായിട്ട് ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ചില കടകളിലും മൗലൂദോതും, ചിലയിടത്ത് ബദർ മൗലൂദോതും, ചിലയിടത്ത് ഉസ്താദ്മാരെ രാവിലെ ഉസ്താദ്മാരെ കൊണ്ടുവന്ന് ബദർ മൗലൂദോതും ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർ അങ്ങനെ കട ഉദ്ഘാടനം ചെയ്യും. നല്ല മട്ടത്തിൽ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതിലൊരു ബർക്കത്തുണ്ടാവും. ബർക്കത്തുണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നമ്മുടെ മനസ്സിനനുസരിച്ച കാര്യം. അതുകൊണ്ട് ബർക്കത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും. അപ്പൊ അങ്ങനെ പല തരത്തിലാണ്. ചില സ്ഥലത്തുണ്ടാവും രാവിലെ ഉസ്താദ്മാരൊക്കെ കൊണ്ടുവന്ന് നല്ല മട്ടത്തില് ബദർ മൗലൂദും കുത്തുബിയത്തും റാത്തീബും ഒക്കെ നടത്തി അടിപൊളി ഉദ്ഘാടനം കൊണ്ടുവരും. ആരും കാണാതെ അത് കൊണ്ടുവരിക. സുബൈന്റെ മുമ്പ് തന്നെ കൊണ്ടുവന്നൊക്കെ ചെയ്യിപ്പിച്ച് പോയിട്ട് പിന്നെ ഉച്ചക്ക് ഇങ്ങനെ ഉസ്താദ്മാർ അതിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ചാണ്ടിയും കോട്ടും മുട്ടും വേറെ ഐറ്റംസ് പിന്നെ ഉണ്ടാകും. അങ്ങനെയും നടക്കുന്ന ഉദ്ഘാടനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കുറ്റം പറയല്ല. അപ്പൊ രാവിലെ കിട്ടിയ റഹ്മത്തും ബർക്കത്തൊക്കെ ഉച്ചയാകുമ്പോഴത്തേനും എന്താവും? അങ്ങോട്ട് പോകും.